മർദാനി ഫ്രാഞ്ചൈസിലെ സിനിമകൾ ബോളിവുഡിന് എന്തെങ്കിലും കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ആ സിനിമകളിലെ വില്ലന്മാരായി വരുന്ന അഭിനേതാക്കൾ ഭാവി വാഗ്ദാനം എന്ന് തോന്നിക്കുന്ന ആളുകളായിരുന്നു എന്നതായിരുന്നു. ഹോം ബൗണ്ടിൽ അഭിനയിച്ച വിശാൽ ജേത്വ മർദാനി 2ലെ വില്ലനായിരുന്നു. പെർഫോമൻസ് ഒന്നുകൊണ്ട് മാത്രമായിരുന്നില്ല ആ വില്ലൻ കഥാപാത്രങ്ങൾ മികച്ചതായത്. ആ ക്യാരക്ടേഴ്സിനെ പ്രേക്ഷകർ പേടിയോടെയും വെറുപ്പോടെയും നോക്കുന്നതിൽ എഴുത്തിനും ഒരു പങ്കുണ്ടായിരുന്നു. മർദാനി 3ലേക്ക് വരുമ്പോൾ ശിവാനിയുടെ എതിരായിട്ട് ഒരു സ്ത്രീയെ പ്ലേസ് ചെയ്തുകൊണ്ട് ഒരു വെറൈറ്റി കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംഘർഷത്തിന് ഒരു ഫയറില്ല. രണ്ടാം പകുതിയിലുള്ള ഈ സിനിമയുടെ എഴുത്ത് വളരെയധികം മോശമാണ്. ചില കഥാപാത്രങ്ങളുടെ യഥാർത്ഥ പർപ്പസ് എന്താണെന്ന് റിവീൽ ആകുമ്പോൾ നമുക്ക് യാതൊരു തരത്തിലുള്ള ഞെട്ടലും തോന്നില്ല. കാരണം അരമണിക്കൂർ മുന്നേ തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. ഏറ്റവും അവസാനത്തെ ഫൈറ്റ് സീക്വൻസിൽ റാണി മുഖർജി ഇങ്ങനെ പ്രസംഗം നടത്തുന്നതിന്റെ ഇടയിൽ തല്ലുന്നത് പോലത്തെ ഡയലോഗുകൾ കേൾക്കുമ്പോൾ പുള്ളിക്കാരിക്ക് അടുത്ത ഇലക്ഷനിൽ നിൽക്കാൻ വല്ല പ്ലാനും ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും. പിന്നെ യഷ്രാജ് ഫിലിംസിനോടാണ് പറയാനുള്ളത്, സുനീതി ചൗഹാൻ പാടിയ മർദാനി ആന്തം എന്നൊരു പാട്ടുണ്ട്. കേട്ടാൽ രോമാഞ്ചം ഉണ്ടാക്കാൻ പറ്റുന്ന ആ പാട്ട് ഇങ്ങനെ ഉപയോഗിക്കാതെ നിങ്ങൾ മാറ്റിവെക്കുന്നതിൻ്റെ യുക്തി മനസ്സിലാവുന്നില്ല.